ഹലോ, അപ്പോൾ ദേ ഇന്ന് ഫിദുവിൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. നമ്മൾ ഈവനിങ് ആണ് കേട്ടോ പരിപാടി കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു ഫിദുവിൻ്റെ അമ്മമ്മയായിരുന്നു. അമ്മമ്മയുടെ നിന്ന് ഗിഫ്റ്റ് കിട്ടിയപ്പോൾ അതിൻ്റെ സന്തോഷമാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. അങ്ങനെ അതേ ഞാൻ ഫിദുവിനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഈവനിങ് തന്നെയാണ് കേട്ടോ കണ്ടക്ട് ചെയ്തത്. ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ എല്ലാവരും ആ ബിസി മൂഡൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഒന്ന് കൂളായിട്ടിരിക്കുന്ന ടൈമാണല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും ഓക്കെ ആയിരുന്നു. ഇതേ അച്ഛനും ഏട്ടനും എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫാമിലിയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഏട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സ്. നമ്മളൊരു ചെറിയ രീതിയിലാണ് ഉദ്ദേശിച്ചത്, പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപാടിയൊക്കെ. അങ്ങനെ അതേ ഗസ്റ്റൊക്കെ ഓരോരുത്തർ എത്തിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മളിത് ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതേ ഡെക്കറേഷൻ കഴിഞ്ഞപ്പോഴേക്കും ഞാനും ഫിദപ്പനൊക്കെ അണിഞ്ഞൊരുങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ കോസ്റ്റ്യൂം. അങ്ങനെ അതേ ഗസ്റ്റൊക്കെ ഒരുവിധം എത്തിയിട്ടുണ്ടായിരുന്നു. ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഫാമിലി എല്ലാവരും ഒരുവിധം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, ഡേറ്റ് അല്ലേ. അത് കുഴപ്പമില്ല. ഓരോരുത്തരുടെ നിന്ന് കിട്ടിയ ഗിഫ്റ്റ് നോക്കല്ലായിരുന്നു കേട്ടോ ഫിദപ്പൻ്റെ കണ്ട്. അങ്ങനെ ഇതേ നമ്മളെല്ലാവരും ഒരുവിധം അണിഞ്ഞൊരുങ്ങി ഇനി കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. മൺഡേ ആണ് കേട്ടോ അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫംഗ്ഷൻ നൈറ്റ് ആക്കിയത്. സൺഡേ ഒക്കെ ആയിരുന്നെങ്കിൽ എന്തായാലും നമ്മൾ പകൽ തന്നെയാണ് കേട്ടോ വെക്കുക. കാരണം ഇപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ ഒരു പ്രത്യേക ഇടിയും മഴയും വരാറുണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു വൈകുന്നേരം എങ്ങാനും ഇടിമഴയൊക്കെ വന്ന് കറണ്ടൊക്കെ പോയാൽ പിന്നെ ഫുള്ള് പണിയും പാളുമല്ലോ. ഭാഗ്യത്തിന് അന്നൊരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് മുറിക്കലൊക്കെ ഗംഭീരമായിട്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ ഫോട്ടോ സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്കിതേ ഇന്ന് ഫുഡ് വന്നിട്ടുള്ളത് ഗീ റൈസും ചിക്കനായിരുന്നു. അങ്ങനെ ഇതേ കുട്ടീസിൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതേ റൈസിൻ്റെ കൂടെ പപ്പടം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മേമി ചേച്ചിയും അതിൻ്റെ പരിപാടിയിലായിരുന്നു കേട്ടോ. ഏറ്റവും ബർത്ത് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതേ ഈ ഷൂ ആയിരുന്നു കേട്ടോ. ഒരു 2 മണിക്കൂറെങ്കിലും അത് കാലിൽ നിന്ന് ഊരാതെ അവൻ നിന്ന് കളിച്ചിട്ടുണ്ടാവും.
അങ്ങനെ ദേ കിട്ടിയ ഗിഫ്റ്റ് എല്ലാം അപ്പം തന്നെ ഓപ്പൺ ചെയ്ത് കുട്ടികളെല്ലാവരും അവരുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഫുഡിങ് പരിപാടിയൊക്കെ കഴിഞ്ഞത് എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അമ്മയ്ക്കതേ നേരം വൈകിയെന്ന് പറഞ്ഞ് ഓർഡർ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. സമയം ഒരു 10 മണി ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ അപ്പൂൻ്റെ അറഫടി ഒരു ഡാൻസോട് കൂടിയാണ് കേട്ടോ നമ്മുടെ പരിപാടി അവസാനിച്ചത്. അവർ 2 ആഴ്ച മുന്നേ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനുള്ള പ്രാക്ടീസ്. അങ്ങനെ അതേ നമ്മുടെ വീട്ടുകാരാണ് കേട്ടോ ആദ്യം ഇറങ്ങിയത്. പിന്നെ അതേ അതിൻ്റെ പിന്നാലെ ഓരോരുത്തരായിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ അതേ നമ്മുടെ ബർത്ത്ഡേ വ്ലോഗോടെ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.